अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। लक़द कान लकुम फ़ी रसूलिल्लाहि उस्वतुन हसनतुन लिमन कान यर्जुल्लाह वल यौमल आखिर व ज़करल्लाह कसीरा। क़ुल इन कुन्तुम तुहिब्बूनल्लाह फत्तबिऊनी युहब्बिबकुमुल्लाह व यग़फ़िर लकुम ज़ुनूबकुम वल्लाहु गफ़ूरुर रहीम। इन आयात का तर्जुमा यह है, पहली आयत सूरह अहज़ाब की, कि यकीनन तुम्हारे लिए अल्लाह के रसूल। ഈ ആയാത്തുകളുടെ പരിഭാഷ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ ആയത്ത് സൂറ അഹ്സാബിലേതാണ്. നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഒരു സൽ മാതൃകയുണ്ട്. അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നവർക്കും അത്യധികമായി അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്കും. രണ്ടാമത്തെ ആയത്ത് ആലു ഇമ്രാനിലേതാണ്. അതിന്റെ പരിഭാഷ ഇപ്രകാരമാകുന്നു. നീ പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അനുധാവനം ചെയ്യുക. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. അള്ളാഹു വളരെയധികം പുറത്തു കൊടുക്കുന്നവനും വീണ്ടും വീണ്ടും കാരുണ്യം ചെയ്യുന്നവനുമാകുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും അവകാശികളാകുന്നതിനായി നമ്മോട് പറയുന്നു, എന്റെ അബ്ദാകുക, എന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ദാസനാകുക. കഴിഞ്ഞ ഖുതുബയിൽ ഇതാണ് പരാമർശിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയെ പ്രാവർത്തികമാക്കുന്നത് മനുഷ്യനെ യഥാർത്ഥ ദാസത്വത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. അതിനുവേണ്ടി അള്ളാഹു നിരവധി കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ മനുഷ്യൻ പരിശ്രമിക്കേണ്ടതാണ്. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, അതായത് അവരെന്റെ വാക്കുകളിൽ ലബ്ബൈക്ക് പറയേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കേണ്ടതാണ് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ സാക്ഷ്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീരുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരാകുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനു വേണ്ടി, ദുആ സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ കാണുന്നവരാകുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും വിശുദ്ധ ഖുർആനിലുണ്ട്.
അത് വായിക്കുന്നു, കേൾക്കുന്നു. कि वो अमली नमूनों से എന്നാൽ उमूमन സാധാരണയായി വായിക്കുന്നതിനെയും കേൾക്കുന്നതിനെയും അപേക്ഷിച്ച് പ്രവർത്തന മാതൃക एक शौक और കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിലാണ് അള്ളാഹു മനുഷ്യപ്രകൃതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. खुद का दावा हो അവനിൽ ഒരു താൽപര്യവും ആവേശവും ഉടലെടുക്കുന്നു. और हर अमल ആരെങ്കിലും खुद भी अपनाने की സ്നേഹിക്കുന്നു എന്ന് വാദിക്കുമ്പോൾ करता है, സ്നേഹഭാജനത്തിന്റെ എല്ലാ ചലനങ്ങളും, शौरी हो जाता ഓരോ കർമ്മങ്ങളും പ്രത്യേകിച്ച് സ്വായത്തമാക്കുന്നതിനായി മനുഷ്യൻ ശ്രമിക്കുന്നു. है। और इस പ്രവർത്തനത്തിന്റെ നിറം തന്നെ മറ്റൊന്നായിത്തീരുന്നു. महबूब को अपने लिए എന്നാൽ സ്നേഹപ്രകടനവും ईमान ആ സ്നേഹത്തിന്റെ കാരണമായി പ്രേമഭാജനത്തെ मोमिन തനിക്കായി മാതൃകയാക്കുന്നത് इससे बढ़कर വിശ്വാസമായി ഗണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ होनी चाहिए। പ്രേമഭാജനത്തിന്റെ സന്തോഷത്തോടൊപ്പം साथ തന്റെ വിശ്വാസത്തെയും സംരക്ഷിക്കുകയും ईमान അതിൽ പുരോഗതി പ്രാപിക്കുകയും ചെയ്യണമെന്നതിനേക്കാൾ വലിയൊരാഗ്രഹം വിശ്വാസിക്ക് ഉണ്ടാകില്ല, खुशकिस्मत हैं कि हम ഉണ്ടാകാൻ പാടുള്ളതുമല്ല. ताला ने हजरत सल्लल्लाहु अलैहि वसल्लम की उम्मत അള്ളാഹു നമ്മെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി എന്നത് को उन तमाम अहकामात നമ്മുടെ സൗഭാഗ്യമാണ്. का जो कुरान പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ एक വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ ഇറങ്ങിയ एक ऐसा അള്ളാഹുവിന്റെ മുഴുവൻ കൽപ്പനകളുടെയും ഒരു പ്രവർത്തന മാതൃകയാക്കി, जिसने आपको പരിപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തന മാതൃക. ये आयात जो मैंने तिलावत की हैं അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണ ദാസനാക്കി മാറ്റി. बल्कि हुक्म दिया ഞാൻ പാരായണം ചെയ്ത വചനങ്ങളിൽ का ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. लाने का മറിച്ച് ഒരു മുസ്ലിമിന്റെ, करने वाले का ईमान ഒരു വിശ്വാസിയാണെന്ന് വാദിക്കുന്നവന്റെ വിശ്വാസം खुदा ताला പൂർണ്ണമാകുന്നത് को तब पा सकेगा जब मेरे रसूल सल्लल्लाहु അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നത് इसके बगैर എന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയെ പിൻപറ്റുമ്പോഴാണെന്ന് കൽപ്പനയും നൽകിയിരിക്കുന്നു. आखिरत की नौमा ഇതുകൂടാതെ വിശ്വാസം അപൂർണമാകുന്നു. इस ഈ മാതൃകയെ അനുധാവനം ചെയ്യുന്നതിലൂടെയല്ലാതെ പരലോകത്തെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നത് വ്യർത്ഥമാകുന്നു. इस उसवे पर ഈ മാതൃകയെ അനുധാവനം ചെയ്യുന്നതല്ലാതെ നന്മയെ നന്മയെന്ന് പറയാൻ കഴിയില്ല. ഈ മാതൃകയെ അനുധാവനം ചെയ്യാതെയുള്ള അള്ളാഹുവിന്റെ ആരാധന और उसका ആരാധനയല്ല. वो मुकाम नहीं दिला सकता ഈ മാതൃക പിൻപറ്റാതെയുള്ള അള്ളാഹുവിന്റെ സ്മരണ അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്ന അവസ്ഥയിലേക്ക് എത്തുകയില്ല. गुनाहों से निजात मुमकिन नहीं है। इस उसवे पर चले ഈ बगैर മാതൃകയെ പിൻപറ്റുന്നതിലൂടെയല്ലാതെ പാപങ്ങളിൽ നിന്നുള്ള മോക്ഷം സാധ്യമല്ല. जिसके लिए तुम ഈ മാതൃകയെ പിൻപറ്റുന്നതിലൂടെയല്ലാതെ അള്ളാഹുവിന്റെ റഹീമിയത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന അംശം നിങ്ങൾക്ക് ലഭിക്കില്ല. कि ये खुदा ഈ മാതൃകയെ അനുധാവനം ചെയ്യുന്നതിലൂടെയല്ലാതെ അള്ളാഹുവിന്റെ സ്നേഹത്തെ കരസ്ഥമാക്കുന്നവരായി മാറാൻ കഴിയില്ല. ताला की मोहब्बत ഇത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനാണ്. बस जैसा कि मैंने कहा അദ്ദേഹത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ ती है, അള്ളാഹുവിന്റെ സ്നേഹവും ലഭിക്കില്ല. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നാം മുസ്ലിമാണ് എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. मुसलमान होने के फैज हम तभी उठा सकते हैं എന്നാൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടികളെ नक्शे कदम പിൻപറ്റുന്നതിനായി ശ്രമിക്കുന്നവരാകുമ്പോൾ മാത്രമേ जब हम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയാണെന്നുള്ളതിൽ നിന്നും മുസ്ലിം ആണെന്നുള്ളതിൽ നിന്നുമുള്ള അനുഗ്രഹം കരസ്ഥമാക്കാൻ കഴിയൂ. जिस तरह നാം ആ കൽപ്പനകളെ वसल्लम ने हमें നമ്മിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രവർത്തിച്ചു കാണിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ हमें हिदायत की याद ശ്രമിക്കുക. करवा दी कि मेरे नमूने शैतान അൽ ഇമാമു ജുന്നത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് हकीकी अब बना सकते എന്റെ മാതൃകയാണ് ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ദാസരാക്കുന്നതെന്നും നിങ്ങളുടെ പരിശ്രമമല്ല എന്നുള്ള ആയത്ത് നമ്മെ ഓർപ്പിക്കുന്നു. इबादत का सवाल है तो ये न समझिए എന്റെ പരിചയയുടെ പിറകിൽ നിൽക്കുകയാണെങ്കിൽ ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. तो ആരാധനയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അനുഷ്ഠിക്കാത്ത ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ ആരാധനയുടെ കടമകൾ നിറവേറ്റിയെന്നോ അല്ലെങ്കിൽ जमाने में അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയുമെന്നോ ധരിക്കരുത്. ഇല്ല,
ഒരിക്കലും സംഭവ്യമല്ല. वसल्लम के ഈ കാലഘട്ടത്തിൽ के सादिक റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയായ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഔദാര്യം നമ്മിലുണ്ട്. ആ മഹാത്മാവ് फरमाई फरमाई നമുക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ മാതൃകയും അതിനെ മനസ്സിലാക്കാനും जिक्र അത് പ്രാവർത്തികമാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. बिदात ആരാധനയ്ക്കായി പുതിയ പുതിയ ദിക്റുകളും रवाया कि ये സദസ്സുകളും സംഘടിപ്പിക്കുന്നതിനുള്ള അനാചാര സമ്പ്രദായങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. इसलिए അദ്ദേഹം പറയുന്നു, ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് ഇതിനുള്ള തെളിവ് ലഭിക്കുന്നില്ല. रसूल के लिए അതുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരാൻ ഇതിന് കഴിയില്ല. അതിനാൽ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി इस वक्त मैं മാതൃകയെ പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാണ്. हज़रत सल्लल्लाहु अलैहि वसल्लम के उसवे की चंद मिसालें पेश करूंगा, आपके अमली नमूने। ഇപ്പോൾ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ इससे पहले മാതൃകയുടെ ചില ഉദാഹരണങ്ങൾ സമർപ്പിക്കുന്നതാണ്, അങ്ങയുടെ പ്രവർത്തന മാതൃക. എന്നാൽ അതിനു മുമ്പായി दूसरे റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ जो हमारे लिए ആരാധനയുടെ रहनुमा है, जिनके करने से ചില മാതൃകകൾ സമർപ്പിക്കുന്നതാണ്. അത് നമുക്ക് മാർഗദർശനമാണ്. को प्यार हासिल करने वाला बन सकते हैं। അത് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാകാൻ സാധിക്കുന്നതാണ്. അവന്റെ സ്നേഹം കരസ്ഥമാക്കുന്നവരായി മാറാൻ സാധിക്കുന്നതാണ്. ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതിൽ നിന്ന് इस हवाले से നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് ആ മഹാത്മാവിന്റെ വീക്ഷണത്തെ ഞാൻ ആദ്യം കേൾപ്പിക്കുന്നതാണ്. कुल या इबादे अल्लज़ीना असरफू अला अनफुसिहिम ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तिल्लाहि, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം यानी क्या है ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. कि तुम रहमत इलाही से नाउमीद അതായത് സ്വയം അനീതി പ്രവർത്തിച്ച അല്ലയോ എന്റെ ദാസരെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്. അള്ളാഹു എല്ലാ പാപവും പുറത്തു തരുന്നതാണ്. जिसके ये मानी है പറയുന്നു ഈ ആയത്തിൽ खुदा ताला के बंदो കുൽ യാ ഇബാദി അല്ല, അതായത് പറയുക के അള്ളാഹുവിന്റെ ദാസരെ എന്ന് പറയുന്നതിനു പകരമായി इख्तियार कर കുൽ യാ ഇബാദി എന്റെ ദാസരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ये नाज़िल हुई है कि खुदा ताला ഈ രീതി അവലംബിച്ചതിലുള്ള രഹസ്യം बेइशारते हुए അള്ളാഹു അനന്തമായ കാരുണ്യത്തിന്റെ സ്വാർത്ഥ ഇറക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തിറക്കിയിരിക്കുന്നത്. तस्कीन बख्शे, പാപങ്ങളുടെ ആധിക്യം മൂലം നിരാശരായവർക്ക് സമാധാനം നൽകുന്നതിനാണ്. रहमतों का एक नमूना पेश करे അതിനാൽ പ്രതാപവാനായ അള്ളാഹു कि मैं തന്റെ കാരുണ്യത്തിന്റെ ഒരു മാതൃക പ്രകടിപ്പിക്കാൻ ഈ ആയത്തിലൂടെ से ആഗ്രഹിക്കുന്നു. करता हूँ കൂടാതെ ഞാൻ എന്റെ കൂറുള്ള ദാസർക്ക് എത്രത്തോളം സവിശേഷ അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നതും को बताए ദാസർക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. किस कदर वसी और किस तरह इनामात से नवाजता है। പാപത്താൽ നിരാശരായവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണെന്നും या इबादी के लफ्ज से അവർ എത്രത്തിലാണ് ആഗ്രഹിക്കുന്നതെന്നും പറയുന്നതിനായി പറയുന്നു. അതിനാൽ അവൻ കുല്യ ഇബാദി എന്ന പദത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്, बरगुज़ीदा നോക്കുക बंदा എന്റെ ഈ പ്രിയ റസൂൽ, के कमाल तात से നോക്കുക ഈ തെരഞ്ഞെടുക്കപ്പെട്ട ദാസൻ किस दर्जे तक पहुंचा। പരിപൂർണ അനുസരണത്തോടുകൂടി बरगुज़ीदा बंदा के कमाल तात से किस दर्जे तक पहुंचा। ഏത് പദവി വരെ എത്തിയെന്നാൽ जो कुछ मेरा है वो उसका है। जो शख्स निजात चाहता है वो उसका गुलाम हो जाए, यानी ऐसा ഇപ്പോൾ എന്റേതെല്ലാം തന്നെ അവന്റേതാണ്. ആരാണോ മോക്ഷം ആഗ്രഹിക്കുന്നത് गुलाम है അവർ അദ്ദേഹത്തിന്റെ ദാസരാവുക. कैसा ही അതായത് गुनाहगार था അദ്ദേഹത്തിന്റെ അടിമയാണെന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അനുധാവനത്തിൽ ലയിക്കുക. कि जानना അപ്പോഴാണ് അവൻ മുമ്പ് എങ്ങനെയുള്ള പാപിയായിരുന്നാലും പൊറുക്കപ്പെടുക. गुलाम के मानो പറയുന്നു, जाता है। അബ്ദ് എന്ന വാക്ക് അറബി ഭാഷയിൽ അടിമയ്ക്ക് വേണ്ടിയും പറയാറുണ്ട് तुम मोमिनुन वल अब्दुन എന്നറിയുക. खैरुम मिन मुशरिक, അള്ളാഹു പറയുന്നു, വൽ അബ്ദും മുഅ്മിനുൻ बात की तरफ इशारा है। ഖൈറും മിൻ മുശ്രിക്കിൻ. अपनी निजात चाहता है वो इस नबी से गुलामी की निस्बत ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്
മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ നബിയുമായി അടിമയുടെ ബന്ധം സ്ഥാപിക്കുക. तई वाबस्ता जान അതായത് जैसा कि അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ നിന്ന് പുറത്തു പോകരുത്. यानी इस तरह इताअत करो അദ്ദേഹത്തിന്റെ അനുധാവനത്തിന്റെ കോന്തലയുമായി തന്നെ ബന്ധിപ്പിക്കുക, അടിമയെ പോലെ. इताअत करता അതായത് ഒരടിമ തന്റെ ഉടമയെ അനുസരിക്കുന്നത് പോലെ ഈ നബിയെ അനുസരിക്കുക. फरमाया इस मुकाम में അപ്പോഴാണ് അവർക്ക് नाम के മോക്ഷം ലഭിക്കുക. अफसोस आता है बाज लोग कहते हैं बाज नाम പറയുന്നു ഈ പദവിയിൽ कि जो हमारे नबी सल्लल्लाहु अलैहि वसल्लम से यहाँ तक बुग़्ज़ रखते हैं ചില നാമങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നവരെ കുറിച്ച് വ്യസനമുണ്ടാകുന്നു. गुलाम रसूल നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി എത്രത്തോളം വിദ്വേഷം വെച്ച് പുലർത്തുന്നുവെന്നാൽ അവരുടെ അഭിപ്രായത്തിൽ ഗുലാം നബി, ഗുലാം റസൂൽ, ഗുലാം മുസ്തഫ, ഗുലാം അഹമ്മദ്, ഗുലാം മുഹമ്മദ് എന്ന പേരുകൾ ഷിർക്കിൽ ഉൾപ്പെടുന്നു. പറയുന്നു ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് नामों को മോക്ഷപ്രാപ്തിക്കുതകുന്ന നാമങ്ങളാണിവ. अमल से അതായത് സ്നേഹം अपने नामों യഥാർത്ഥത്തിൽ ഈ പേരുകളെ മുന്നിൽ വെച്ചുകൊണ്ട് का हामिल बनाया തന്റെ കർമ്മങ്ങളെ ശരിയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ നാമങ്ങളെ वरना ये नहीं ആ ഗുണങ്ങൾ ഉള്ളവയാക്കി മാറ്റുകയാണെങ്കിൽ അതിലൂടെ മോക്ഷം ലഭിക്കുന്നു. कि नाम रख लिया और फिर जितनी मर्जी അല്ലാതെ നാമം വെച്ചതുകൊണ്ട് इंसान नजात മോക്ഷം ലഭിക്കുന്നതാണ് എന്നില്ല. ये नहीं है. ये भी फिक्र गौर करना चाहिए जो फरमाया कि हुक्म से നാമം വെക്കുകയും എത്ര കണ്ട് തിന്മകൾ പ്രവർത്തിച്ചാലും മനുഷ്യന് മോക്ഷം ലഭിക്കുന്നതാണ്. उनसे അങ്ങനെ ഒരിക്കലുമില്ല. കൽപ്പനയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന വാക്കിൽ ചിന്തിക്കേണ്ടതാണ്. फिर आप मजीद फरमाते हैं എന്തെല്ലാം കൽപ്പനകളുണ്ടോ അതിനെ ലംഘിക്കരുത്. अब के मफहूम में ഇത് പ്രത്യേകിച്ച് വളരെയധികം അനിവാര്യമായതാണ്. कि हर एक आजाद വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, आ जाए. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നും ये जब ना अपनी आजादी रहे തനിഷ്ടത്തിൽ നിന്നും अपने बारे में പുറത്തു വരിക എന്നത് फैसला करके അബ്ദിന്റെ അർത്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. इससे बाहर आए पूरा मुत्तबे अपने मौला का അതായത് സ്വന്തം സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുകയും സ്വന്തമായി തീരുമാനിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് അബ്ദിയത്ത്, അതായത് ദാസത്വം ഉണ്ടാകുന്നത്. अपने अंदर पैदा कर തന്റെ യജമാന്റെ പരിപൂർണ അനുസാരി. और ये അതിനാൽ മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആശയം തന്റെ ഉള്ളിൽ സംജാതമാക്കുകയെന്ന് സത്യാന്വേഷികളെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തും രണ്ടാമത്തെ ആയത്തുമായ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നതും क्योंकि ആശയത്തിൽ ഒന്നു തന്നെയാണ്. इस महा പറയുന്നു നേരത്തെ ഓതിയ ആയത്തിന്റെയും को मुस्तलजम है ഈ ആയത്തിന്റെയും ആശയം ഒന്നു തന്നെയാണ്. കാരണം जो അനുധാവനത്തിന്റെ പൂർണ്ണതയ്ക്കായി ലയനവും പരിപൂർണ അനുസരണവും അനിവാര്യമാണ്. मुकम्मल तौर पे അതായത് ആരെങ്കിലും അനുധാവനം ചെയ്യുന്നതിന്റെ ഔന്നത്യത്തിനായി लाजमी है. इताअत होगी, പരിപൂർണ അനുസരണം അനിവാര്യമാകുന്നു. पैरवी होगी. അനുസരണയുണ്ടാകുമ്പോഴാണ് അനുധാവനം ഉണ്ടാകുന്നത്. कि जो अब के मफहूम में पाई जाती है പറയുന്നു फिक्र ये बनेगा कि क्योंकि कमाल അബ്ദ് എന്ന ആശയത്തിൽ ഉൾപ്പെടുന്ന तामा को मुस्तलजम ഈ വാക്കുകൾ के मफहूम में पाई जाती है. ഇപ്രകാരമാണ്. കാരണം അനുധാവനത്തിന്റെ പരിപൂർണതയ്ക്കായി ലയനവും പരിപൂർണ അനുസരണവും അനിവാര്യമാണ്. पहली आयत में मगफरत का वादा बल्कि महबूब इलाही बनने की खुशखबरी है. गोया ये आयत ഈ ആദ്യ ആയത്തിൽ മഗ്ഫിറത്തിന്റെ വാഗ്ദാനത്തെയും पर है പ്രത്യുത ദൈവത്തിന്റെ സ്നേഹഭാജനമാകുന്ന സുവാർത്തയുടെയും രഹസ്യം ഇതാണ്. मेरी पैरवी കുൽ യാ ഇബാദി എന്ന ആയത്ത് മറ്റു വാക്കുകൾ ഇപ്രകാരമാണ്. കുൽ യാ മുത്തബിഅ, से नौमी അതായത് അത്യധികമായി പാപങ്ങളിൽ മുഴുകിയിരിക്കുന്ന എന്നെ പിൻപറ്റുന്നവരെ के ദൈവിക കാരുണ്യത്തിൽ നിന്നും നിരാശരാകരുത്. अगर इबाद से सिर्फ अल्लाह ताला എന്നെ ही मुराद लिए जाएं അനുസരിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് खराब हो जाते हैं. പ്രതാപശാലിയായ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ताला बगैर ഇതിൽ അള്ളാഹുവിന്റെ ദാസർ മാത്രം ഉദ്ദേശമായി എടുക്കുകയാണെങ്കിൽ അർത്ഥം വികലമാകുന്നു. पैरवी तमाम मुशरिकों കാരണം യാതൊരു വിശ്വാസ നിബന്ധനയുമില്ലാതെയും യാതൊരു അനുസരണ നിബന്ധനയില്ലാതെയും ईमान में कामिल नहीं है. എല്ലാ ബഹുദൈവ വിശ്വാസികൾക്കും നിഷേധികൾക്കും പുറത്തു കൊടുക്കും എന്നത് ഒരിക്കലും ശരിയല്ല. तो बख्शा नहीं जा सकता इंसान. അതായത് അഥവാ വിശ്വാസം പരിപൂർണമല്ലെങ്കിൽ, അനുധാവനത്തിലും അനുസരണത്തിലും പൂർണ്ണതയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതല്ല. देगा अल्लाह ताला. ബഹുദൈവാരാധകർക്കും माया ऐसे നിഷേധികൾക്കും അള്ളാഹു വെറുതെ പുറത്തു കൊടുക്കില്ല. मुखालिफ है. बस ये खुशखबरी है പറയുന്നു हर उस शख्स के लिए ഇത്തരത്തിലുള്ള അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്പഷ്ടമായ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. जो कि ചുരുക്കത്തിൽ ഇത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും इताअत അനുസരിക്കുകയും भी करता है हज़रत सल्लल्लाहु अलैहि वसल्लम के लिए। പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് സുവാർത്തയാകുന്നു. इस कामिल पैरवी से शदीद तरीन गुनाह भी धुल जाते हैं। उसवा के नमूने ഈ പരിപൂർണ അനുസരത്തിലൂടെ കഠിന പാപം പോലും മായ്ച്ചു കളയപ്പെടുന്നു. जो खुदा ताला ने ऐसा माहौल സൽ മാതൃകയുടെ ഉദാഹരണം സമർപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. रमजान आता है तो माहौल ഈ റമദാനിൽ അള്ളാഹു और बातों നന്മയിലേക്കും जो पैदा होती है ആരാധനയിലേക്കും പ്രത്യേക ശ്രദ്ധയുണ്ടാകുന്ന തരത്തിലുള്ള അവസ്ഥ സംജാതമാക്കിയിരിക്കുന്നു. खुदा ताला का अब और प्यारा बनना है। എല്ലാ വർഷവും റമദാൻ വരുമ്പോൾ ഈ അവസ്ഥ സംജാതമാകുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദാസനും പ്രിയപ്പെട്ടവനും ആകണമെന്നുണ്ടെങ്കിൽ कि उस റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ മാതൃകയെ यही नहीं कि एक दफा अमल कर लिया। അനുധാവനം ചെയ്യുന്നതിനെ നിലനിർത്തേണ്ടത് അനിവാര്യമാകുന്നു. नमूना किसी एक चीज ഒരു പ്രാവശ്യം പ്രാവർത്തികമാക്കിയെന്നത് മതിയാവതല്ല. ना ही रमजान के लिए मखसूस था, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക बल्कि ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായിരുന്നില്ല, अल्लाह के बकौल റമദാനു വേണ്ടി മാത്രമായിരുന്നില്ല. कुल कुरान മറിച്ച് ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കുകളിൽ കാന ഖുൽഖുൽ ഖുർആൻ ആയിരുന്നു. बस हज़रत मसीह मौऊद अलैहिस्सलाम ने മുഴുവൻ ജീവിതത്തിലും വ്യാപിച്ചിരുന്നു. के गुनाहों തിരുമേനിയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. को उम्मीद ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, भी है जब പാപങ്ങളാൽ നിരാശരായവർക്ക് ഇതിലൂടെ പ്രതീക്ഷയുടെ കിരണം കാണാൻ സാധിക്കുന്നു. और फिर ना सिर्फ इरादा हो അവർ ഇത് സാധ്യമാകുന്നത് ഈ സൽ മാതൃകയെ പ്രാവർത്തികമാക്കുന്നതിനുള്ള ദൃഢനിശ്ചയമുണ്ടാകുമ്പോഴാണ്. പിന്നീട് നിശ്ചയം മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. പിന്നീട് അതിൽ കൃത്യനിഷ്ഠതയും ഉണ്ടാകണം. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ ആയത്തിന്റെ സാരം ഇതാണ്. ये बनेगा कि जो लोग दिलो जान से ഈ ആയത്തിന്റെ സംക്ഷിപ്തവും അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ചില വിഷയവും ഇതാണ്, ഉദ്ദേശം ഇതാണ്. उनको ആരാണോ ഹൃദയാത്മന मोहब्बत യാ റസൂലുള്ള നിന്റെ ദാസരാകുന്നത്, അവർക്ക് അവൻ പരിപൂർണ വിശ്വാസവും സ്നേഹവും പ്രേമവും നൽകുന്നതാണ്. അത് അവർക്ക് ദൈവേതരങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ്. അവർ പാപങ്ങളിൽ നിന്ന് മോക്ഷം കരസ്ഥമാക്കുന്നതാണ്. कब्रों से वो ഇതേ ലോകത്ത് അവരിൽ ഒരു പരിശുദ്ധ ജീവിതം നൽകപ്പെടുന്നതാണ്. ശാരീരിക ആവേശങ്ങളുടെ ഇടുങ്ങിയതും അന്ധകാരവുമായ കബറുകളിൽ നിന്ന് പുറത്തെടുക്കപ്പെടുന്നതാണ്. ताला का की रजा चाहना, उसका बनना റമദാന്റെ ഒരു ഉദ്ദേശം करना भी है। അള്ളാഹുവിന്റെ തൃപ്തി और ആഗ്രഹിക്കുക, അവന്റേതായി തീരുക, അവനെ ആരാധിക്കുക എന്നതുമാണ്. के लिए हज़रत सल्लल्लाहु अलैहि वसल्लम के उसवे की ഇതാണ് ദൈവേതരിൽ നിന്നുള്ള മോചനം. फरमाया ഇത് പൂർത്തിയാക്കുന്നതിനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ മാതൃകയുടെ അനുധാവനം അനിവാര്യമാണ്. दुनिया में एक पाक जिंदगी उनको अता പറയുന്നു, और नफसानी जज्बात की तंगो तारीख कब्रों से वो निकाले जाएंगे। അനുധാവനം ചെയ്യുന്നവരെ ഇതേ ലോകത്ത് ഒരു പരിശുദ്ധ ജീവിതം അവർക്ക് നൽകപ്പെടുന്നു. ശാരീരിക ആവേശങ്ങളുടെ ഇടുങ്ങിയതും അന്ധകാരവുമായ കബറുകളിൽ നിന്ന് അവർ പുറത്തെടുക്കപ്പെടുന്നതാണ്. मैं वो അതിലേക്ക് തന്നെയാണ് ഈ ഹദീസും വിരൽ ചൂണ്ടുന്നത്. അനൽ ഹാഷിറുല്ലദി യൂഷറു നാസു അലാ ഖദമി. कदमों को അതായത് ആരുടെ കാൽപാദങ്ങളിലാണോ ജനങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ആ കാൽപാദങ്ങളിൽ മൃതരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ഞാൻ. फरमाते പാദങ്ങളിൽ എഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് ഉദ്ദേശിക്കുന്നത് എന്നെ അനുധാവനം ചെയ്യുന്നവരാവുക എന്നതാണ്, कि दुनिया എന്നെ പിൻപറ്റുന്നവരാവുക എന്നതാണ്. खुदा ताला ने പറയുന്നു, खातमुल अंबिया വിശുദ്ധ ഖുർആൻ सल्लल्लाहु अलैहि ഈ ഉപമയാൽ നിറഞ്ഞിരിക്കുകയാണെന്നത് സ്പഷ്ടമായി മനസ്സിലാക്കുക. അതായത് ലോകം നിർജീവമായി കഴിഞ്ഞിരുന്നു. അള്ളാഹു ഈ നബി ഖാത്തുമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് പുതിയ നിലയിൽ ഭൂമിയെ പുനരുജ്ജീവിപ്പിച്ചു. അള്ളാഹു പറയുന്നു, ഇഅ്ലമു അന്നല്ലാഹ യൂഹിൽ അർള ബഅദ മൗതിഹാ. को उसके मरने അതായത് കേൾക്കുക, खुदा ताला जिंदा करता है। फिर इसी के मुताबिक ഭൂമിയെ അത് നിർജീവമായതിനു ശേഷം അള്ളാഹു ജീവിപ്പിക്കുന്നു. के हक में फरमाता है പിന്നീട് അതനുസരിച്ച് वो अय्यदहुम നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമിനെ സംബന്ധിച്ച് പറയുന്നു, साथ मदद दी। വ അയ്യദഹും ബിറൂഹിം മിൻഹു. रूहुल कुदस की मदद ये है कि दिलों को അതായത് करता है പരിശുദ്ധാത്മ മുഖേന അവരെ സഹായിച്ചിരുന്നു. और पाकीज़ा कुव्वतें और पाकीज़ा हवा ഹൃദയങ്ങളെ ജീവിപ്പിക്കുന്നു, ആത്മീയ മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, और उलूम यकीनिया പരിശുദ്ധ കഴിവുകളും
പരിശുദ്ധ വികാരങ്ങളും പരിശുദ്ധ ജ്ഞാനങ്ങളും നൽകപ്പെടുന്നതിനെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ന് പറയുന്നത്. ദൃഢജ്ഞാനവും സ്പഷ്ടമായ തെളിവുകളുമായി അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്തിക്കുന്നു. करने का नाम है, ആത്മീയ മരണത്തിൽ നിന്നുള്ള മോചനം എന്താണ്? कुर्बान करने का नाम है। ഭൗതിക അഭിലാഷങ്ങളെ ത്യജിക്കുക എന്നതാണ്. बार बार तो जो दिलाई സ്വയം തന്നെ സമർപ്പിക്കുക എന്നതാണ്. अल्लाह की रजा को അതിലേക്ക് വിശുദ്ധ ഖുർആനിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. सहाबा रिज़वानुल्लाह अलैहिम ने ये ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന നൽകുക എന്നതാണ്. उनके दिलों को സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ഇതെല്ലാം ചെയ്തപ്പോൾ उनको അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ആത്മീയ ജീവിതം നൽകി. का मुकाबला किया, അവർക്ക് പരിശുദ്ധ കഴിവുകൾ നൽകി. उनको कुरान അത് മുഖേന അവർ ശൈത്താനെ എതിരിട്ടു. जिसने उनके അവരുടെ ചിന്തകളെ ശുദ്ധീകരിച്ചു. ईमान को അവർക്ക് ഖുർആന്റെ ജ്ഞാനം നൽകി. അത് അവരുടെ വിശ്വാസത്തെയും ജ്ഞാനത്തെയും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചു. नजारे उन्होंने देख लिए। അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ അവർക്ക് ദർശനജ്ഞാനം നൽകപ്പെട്ടു. സ്വയം അള്ളാഹുവിന്റെ കുദറത്തിന്റെ ദൃശ്യങ്ങൾ അവർ ദർശിച്ചു. ये सब कुछ उन्हें അത് അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നൽകി. सल्लल्लाहु अलैहि वसल्लम की पैरवी करने की वजह से मिला। ഇതെല്ലാം തന്നെ അവർക്ക് തങ്ങളുടെ യജമാനനായ उन्हें മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തതിലൂടെയാണ് കരസ്ഥമാക്കിയത്. हादुफीना लनाहदियन्नहुम सुबुलना, അവർക്ക് जो लोग അള്ളാഹുവിന്റെ കൽപ്പനയായ कोशिश करते हैं हम जरूर उन्हें अपने വല്ലദീന ജാഹദൂ ഫീന ലനഹദിയന്നഹും സുബ്ലന, इसका അതായത് ആരാണോ നമ്മെ കണ്ടുമുട്ടുന്നതിനായി ശ്രമിക്കുന്നത് ഞാൻ അവർക്ക് എന്റെ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നു എന്നതിന്റെ അനുഭവജ്ഞാനം കൂടുതലായി ലഭിച്ചു. हज़रत सल्लल्लाहु अलैहि वसल्लम के उसवा हसना पर चलने ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സൽമാതൃകയെ അനുധാവനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ലഭിച്ചത്. यकीनी और कतई तौर पर ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, हासिल नहीं हो सकते। പരിശുദ്ധാത്മാവ് മുഖേന മനുഷ്യൻ ലഭിക്കുന്ന ജീവിതത്തിലൂടെയല്ലാതെ നിശ്ചയമായും മോക്ഷദായകമായ ഈ അറിവുകൾ മനുഷ്യൻ ലഭിക്കുന്നതല്ല. कि वो हयात रूहानी सिर्फ मुताबियत इस रसूल करीम से मिलती है। വിശുദ്ധ ഖുർആൻ വളരെ ശക്തിയുക്തം പ്രഖ്യാപിക്കുന്നത് ആ ആത്മീയ ജീവിതം ഈ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുതാപത്തിലൂടെ മാത്രമേ ലഭിക്കൂ. कि रूहानी मौत से निजात होती है, पाकीज़ा को അതായത് होती है, पाकीज़ा हवा ഇവിടെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനങ്ങൾ, पाक इल्म अता होता है। അതായത് ആത്മീയ മരണത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന, പരിശുദ്ധ കഴിവുകൾ ലഭിക്കുന്ന, പരിശുദ്ധ വികാരങ്ങൾ ലഭിക്കുന്നു, പരിശുദ്ധ അറിവുകൾ ലഭിക്കുന്നു പറയുന്നു. बनने वाले मालूम है മോക്ഷഹേതുവായ सिर्फ ഈ വിജ്ഞാനങ്ങൾ हासिल नहीं हो सकते कि खुद इस जिंदगी में इंसान कोशिश कर ले, बल्कि इंसान को ये रूहुल कुदस से मिलते हैं। ये और फरमाया कि रूह വെറുതെ ജീവിതത്തിൽ മനുഷ്യൻ പരിശ്രമിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതല്ല, മറിച്ച് മനുഷ്യന് रसूल करीम से मिलती है। പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. ഖുർആൻ ശക്തിയുക്തം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ആ ആത്മീയ ജീവിതം ഈ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്നാണ്. ഇത് ആത്മീയ ജീവിതമാണ്, ശാരീരിക ജീവിതമല്ല. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. इस नबी करीम की ഈ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തെ ലംഘിക്കുന്നവർ എല്ലാവരും മൃതരാണ്. പറയുന്നു, यानी ये रूहानी ഈ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിനെ ലംഘിക്കുന്ന എല്ലാവരും മൃതരാണ്. അവരിൽ ഈ ജീവിതത്തിന്റെ ആത്മാവില്ല, അതായത് ആത്മീയ ജീവിതത്തിന്റെ. പിന്നീട് പറയുന്നു, ആത്മീയ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ജീവൻ വെക്കുന്ന വിജ്ഞാനവും കർമ്മപരമായ മനുഷ്യന്റെ കഴിവുകളാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും തെളിയുന്നത് അള്ളാഹു മനുഷ്യനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കൽപ്പനകൾ 600 हैं। 600 എന്നാണ്. शरीयत जब ഇതിനു സമാനമായ നിലയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചിറകുകളും 600. तनाफिल्ला होने का മനുഷ്യത്വത്തിന്റെ ബീജം ഏതുവരെ 600 കൽപ്പനകളെ തലയിൽ വെച്ചുകൊണ്ട് ജിബ്രായിലിന്റെ ചിറകൾ കീഴിൽ വരുന്നില്ലയോ അവനിൽ അള്ളാഹുവിൽ ലയിച്ചില്ലാതാകുന്നുള്ള കുട്ടി ജനിക്കുന്നതല്ല. അതായത് മനുഷ്യജന്മത്തിന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുകയാണ്, उस वक्त तक लागू न करो, उस वक्त മനുഷ്യബീജം ഈ 600 കൽപ്പനകളെ തന്നിൽ സംജാതമാക്കുന്നില്ലയോ, बच्चा नहीं पैदा हो सकता जिससे പ്രാവർത്തികമാക്കുന്നില്ലയോ, अल्लाह ताला के करीब तरीन हो അതുവരെ അള്ളാഹുവിൽ ലയിച്ചില്ലാതാകുന്ന മനുഷ്യനാകാൻ സാധിക്കില്ല. हकीकत अपने अंदर മനുഷ്യനെ അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥനാക്കുന്ന കുട്ടി ജനിക്കുന്നതല്ല. ये नहीं है कि പറയുന്നു, चीज है। മനുഷ്യ യാഥാർത്ഥ്യം തന്റെ ഉള്ളിൽ अल्लाह 600 മുട്ടകളുടെ കഴിവുകൾ ഉൾക്കൊള്ളുന്നു. ताला अगर वो चाहे ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹു ഈ കഴിവുകൾ വെച്ചിട്ടുണ്ട്. ताकत रखती है, അവർ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ 600 बेजा इस्तेदाद ഈ കൽപ്പനകളെ തന്നിൽ പ്രാവർത്തികമാക്കുന്നുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. जिस शख्स का 600 പറയുന്നു, അവരുടെ കഴിവുകളുടെ 600 മുട്ടകളാണോ ജിബ്രീലിന്റെ കഴിവുകളുടെ 600 ചിറവുകൾക്ക് കീഴിൽ കൊണ്ടുവരുന്നത്? और ये तवल्लुद उसका तवल्लुद कामिल और ये हयात कामिल है, അവൻ പരിപൂർണ മനുഷ്യനും हासिल हो जाए അവന്റെ ജനനം പരിപൂർണ ജനനവും की रूहानी पैदाइश അവന്റെ ജീവിതം പരിപൂർണ ജീവിതവുമാകുന്നു. അതായത് ഇവ കരസ്ഥമാക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ജനനം ഉണ്ടാകുന്നതും യഥാർത്ഥ ആത്മീയ ജീവിതം ലഭിക്കുന്നതും. होता है। അതിനാൽ ഈ 600 കൽപ്പനകളെ സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിക്കുക. പറയുന്നു, ഗഹനമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് बरकत से पैदा മനുഷ്യത്വത്തിന്റെ മുട്ടകളുടെ ആത്മീയ കുട്ടികൾ कैफियत പരിശുദ്ധാത്മാ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിൽ ജനിക്കുന്നു. तमाम अंबिया के बच्चों से അത് തന്റെ അളവിലും ഗുണത്തിലും രൂപത്തിലും അവസ്ഥയിലും ये जो മറ്റെല്ലാ പ്രവാചകന്മാരുടെയും കുട്ടികളെക്കാൾ പരിപൂർണമാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിലൂടെ कमियत के हिसाब से भी, अपनी कैफियत के हिसाब से भी, മനുഷ്യന് ജനിക്കുന്ന ആത്മീയ കുട്ടികൾ, ആത്മീയ ഗുണങ്ങൾ, किस्म के हिसाब से അത് തന്റെ ഗുണത്തിലും അളവിലും തന്റെ രൂപത്തിന്റെ കാര്യത്തിലും തന്റെ അവസ്ഥയുടെ കാര്യത്തിലും इनकलाब आया उससे बहुत बढ़कर है। और എല്ലാ അവസ്ഥയിലും മറ്റു പ്രവാചകന്മാർ മുഖേന ഉണ്ടായ ആത്മീയ വിപ്ലവത്തെക്കാൾ ഉന്നതമാകുന്നു. उम्मतिन उखरज പറയുന്നു, यानी तुम सब उम्मत ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, पैदा किए കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്. അതായത് ജനങ്ങളുടെ സമുദ്ധാരണത്തിനായി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സമുദായങ്ങളെക്കാളും നിങ്ങൾ ഉത്തമമാകുന്നു, जब करार दिया गया ശ്രേഷ്ഠ സമുദായമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. तो इस खैर उम्मत बनने के लिए जरूरी है कि अपने अंदर वो तमाम അധിക പ്രഭാഷണങ്ങളിലും നാം ശ്രേഷ്ഠ സമുദായം എന്ന് കേൾക്കുന്നു. पैदा करने की कोशिश की जाए। ഈ ശ്രേഷ്ഠ സമുദായമാകുന്നതിനായി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആത്മീയ വിപ്ലവങ്ങളും ആത്മീയ അവസ്ഥയും തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതുണ്ട്. का जिक्र है। और फिर जो अपनी इस्लाह നബി സല്ലല്ലാഹു അലൈഹി വസല്ലം जब इस मुकाम ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. तो फिर ही വിശുദ്ധ ഖുർആനിലും ഇതിന്റെ പരാമർശമുണ്ട്. का हम काम कर ഇത്തരത്തിലാണ് പരിഷ്കരണം ഉണ്ടാവുക. ഈ അവസ്ഥയിൽ മനുഷ്യൻ എത്തുമ്പോഴാണ് सकते, फिर इस्लाह का काम മറ്റുള്ളവരുടെ സമുദ്ധാരണത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കുക. तभी ये फल लगाता है। जब അപ്പോൾ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ हम चलने की कोशिश करेंगे, ഉണ്ടാകുന്നു. अपनी जिंदगियां इसके मुताबिक ढालेंगे, റസൂലിന്റെ മാതൃകയെ നാം പിൻപറ്റാൻ ശ്രമിക്കുമ്പോഴാണ്, की तरफ कदम നമ്മുടെ ജീവിതം അതിനനുഗുണമാക്കുമ്പോഴാണ്, സ്വന്തം ആത്മപരിശോധന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, നമ്മുടെ ആത്മീയ വളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫലമുണ്ടാവുക. काम आती है। कुरान അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കുന്ന കൽപ്പനകളെ എവിടെയെല്ലാം, ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം രീതിയിൽ, ഏതുവരെ പ്രാവർത്തികമാക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്ന് നോക്കേണ്ടതാണ്. അപ്പോഴാണ് നാം നമ്മിലും ആത്മീയ വിപ്ലവം സംജാതമാക്കുക. बेशक അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. अब बन सकता है अल्लाह ताला का तमाम गुनाह, അതിനാൽ പാപിയാണെങ്കിലും लेकिन അള്ളാഹുവിന്റെ ഒരു അബ്ദാകാൻ സാധിക്കുന്നതാണ്. അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ സാധിക്കുന്നതാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി अब തന്റെ സർവ്വ കഴിവുകളെയും ഉപയോഗിച്ച് അതിനായി ശ്രമിക്കുക. कि आ हजरत सल्लल्लाहु अलैहि वसल्लम की सीरत के मुख्तलिफ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിന്റെ जिसकी पैरवी का खुदा ताला ने हमें हुक्म दिया है। സുന്ദരമായ വശങ്ങളെ നാം കാണുന്നു. हज़रत मसीह मौला अलैहि അങ്ങയുടെ മാതൃകകളുണ്ട്. बयान फरमाया അതിനെ അനുധാവനം ചെയ്യുന്നതിനുള്ള കൽപ്പന അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. हासिल कर सकता है। അതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പരാമർശിക്കുകയുണ്ടായി. മനുഷ്യന് എങ്ങനെ, ഏതുവരെ അത് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. उस पर चलने से फिर अल्लाह ताला की मोहब्बत भी मिलती है, जिससे बंदा अपने प्यार कर। ഇതിലൂടെ ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹവും കരസ്ഥമാകുന്നു. सबसे पहले हम देखते അത് മുഖേന ദാസൻ हैं ताला से തന്നെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ സംരക്ഷണത്തിലെത്തുന്നു. और उसकी इबादत के അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും सल्लल्लाहु अलैहि वसल्लम ने कायम അവനോടുള്ള നന്ദി പ്രകടനത്തിലും അവന്റെ ആരാധനയിലും എന്ത് മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടിയത് എന്ന് നമുക്ക് ആദ്യമായി നോക്കാം. और अपने मानने वालों की इस्लाह മുഴുവൻ ദിവസവും और उनकी रूहानी ഭരണകാര്യങ്ങളിലും തന്നെ അംഗീകരിക്കുന്നവരുടെ പരിഷ്കരണത്തിലും तरक्की की राहें दिखाने में ശിക്ഷണത്തിലും അവർക്ക് ആത്മീയ ഉന്നമനത്തുള്ള മാർഗങ്ങൾ കാണിക്കുന്നതിനും दिनों में भी ആ മഹത്തായ നബി വ്യാപൃതനായിരുന്നു.
और जंगों में और हंगामी हालात में तो സാധാരണ ദിവസങ്ങളും തിരക്കായിരുന്നു. के साथ साथ जिस्मानी യുദ്ധങ്ങളിലും അടിയന്തരാവസ്ഥകളിലും थी आपकी। പകലിലെ തിരക്കുകളോടൊപ്പം ശാരീരിക പ്രയാസങ്ങളും പാരതമ്യത്തിലെത്തുമായിരുന്നു. आपकी दिन की बातों में कोई रखना नजर आता है, എന്നാൽ ना ही रात നമുക്ക് പകൽ സമയത്തെ ആരാധനകളിലോ खड़े होते थे രാത്രിയിലെ ആരാധനകളിലോ എന്തെങ്കിലും തടസ്സം കാണാൻ സാധിക്കുന്നില്ല. कि रात को इबादत करो। രാത്രി ആരാധനയ്ക്കായി നിൽക്കുമ്പോൾ കാലിൽ നീര് വരുമായിരുന്നു. रात से बढ़कर भी കാരണം രാത്രിയിൽ ആരാധന അനുഷ്ഠിക്കൂ എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു. അങ്ങയുടെ രാത്രിയിലെ ആരാധനകൾ അർദ്ധരാത്രിക്ക് ശേഷവും शियातल लैले അർദ്ധരാത്രിയിലുമുള്ളതായിരുന്നു. या अशद्दु वतम അള്ളാഹു പറയുന്നു, अक़वामो कीला। ഇന്ന നാശ്യത്തുൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. यकीनन नफ्स को पांव तले कुचलने के लिए शदीद രാത്രി ഉണരുന്നത് लिहाज से നിശ്ചയമായും ज्यादा मजबूत। ശാരീരച്ഛയെ കാലിനടിയിൽ ചവിട്ടിയരക്കുന്നതിനായി ശക്തവും വാക്കുകളിൽ പ്രബലവുമാണ്. आयशा रज़ी अल्लाह अन्हा ने एक दफा अर्ज की कि या रसूलल्लाह, ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറഞ്ഞു, आप अपने അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, में क्यों डालते हैं? താങ്കൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവനാണ്. ए आयशा, താങ്കൾ താങ്കളുടെ ശരീരത്തെ ഇത്രയും പ്രയാസത്തിൽ അകപ്പെടുത്തുന്നത് എന്തിനാണ്? പറഞ്ഞു, അല്ലയോ ആയിഷ, तो मुकर्रब हूँ, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, इतने फजल फरमाए हैं, ഞാൻ അള്ളാഹുവിന്റെ സമീപസ്ഥനാണെങ്കിൽ, गुजार बंदा बन जाऊं। അള്ളാഹു എന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ शुक्र तो അവന്റെ നന്ദിയുള്ള ദാസനാകുന്നത് എന്റെ ബാധ്യതയല്ലേ? बस आप हमेशा ഔദാര്യത്തിന് മുന്നിലാണ് നന്ദി പ്രകടിപ്പിക്കുക. और शुक्र अदा करते थे। हम पर ചുരുക്കത്തിൽ अल्लाह ताला का ये അങ്ങ് എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ഔദാര്യങ്ങളെയും സ്മരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. आप सल्लल्लाहु अलैहि നമ്മെ മുസ്ലിമാക്കി എന്നത് മാത്രമല്ല, वसल्लम पहुंचाने की മറിച്ച് അങ്ങയുടെ യഥാർത്ഥ ദാസന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ माल इतना बड़ा है, സലാം എത്തിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്തു एന്നത് നമ്മോട് ചെയ്ത ഔദാര്യമാണ്. ये कहमती इसका भी शुक्र। ഇത് വലിയൊരു ഔദാര്യമാണ്. ഇതിന്റെ നന്ദി പ്രകടിപ്പിക്കുക തന്നെ നമ്മെ കൊണ്ട് സാധ്യമല്ല. तब भी हम ഒരു അഹമ്മദിക്ക് ഇതിന്റെ നന്ദി പോലും പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. बस എത്ര ശ്രമിച്ചാലും ये कोशिश होनी चाहिए कि നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല. अपनी അതുകൊണ്ട് बसात के मुताबिक ഓരോ അഹമ്മദിയും अल्लाह ताला की തങ്ങളുടെ കഴിവനുസരിച്ച് करने की कोशिश करें। रमजान അള്ളാഹുവിന്റെ ആരാധനയുടെ डाली है, കടമ നിറവേറ്റുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. ना हो റമദാനിൽ और हम ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നഫലുകളുടെ ശീലം के लिए ना हो, बल्कि അത് താൽക്കാലിക ശീലമാകരുത്. शुक्रगुजारी का अक्सर നമ്മുടെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാകരുത്. और फिर മറിച്ച് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ അധിക ഭാഗവും ഇതിലുണ്ടായിരിക്കണം. जाहिर हो हम खैर उम्मत അപ്പോഴാണ് ഈ ആരാധനയുടെ പ്രഭാവം की कोशिश करेंगे, നമ്മുടെ വാക്കുകളിലും കർമ്മങ്ങളിലും പ്രകടമാകുക. असर होगा। നാം ശ്രേഷ്ഠ സമുദായമായിക്കൊണ്ട് ലോകത്തിന്റെ സമുദ്ധാരണത്തിനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ പ്രഭാവം ചെലുത്തുന്നത് നമ്മുടെ അവസ്ഥ ഇത്തരത്തിലായിരിക്കുമ്പോഴാണ്. सल्लल्लाहु अलैहि वसल्लम के उसवा किस तरह रात को इबादत करते ഇത് നഫലുകളെ സംബന്ധിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. सख्त शदीद बीमारी എപ്രകാരമാണ് രാത്രിയിൽ ആരാധനകൾ നിർവഹിച്ചിരുന്നതെന്ന്. ഫർദ് നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠതയെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ചിരുന്നു. आप सख्त അതികഠിനമായ രോഗാവസ്ഥയിലും सहारे लेकर നമസ്കാരം ഇരുന്നോ കിടന്നോ വീട്ടിൽ നമസ്കരിക്കുന്നതിനോ അനുവാദമുണ്ടെങ്കിലും അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ लेकिन മറ്റുള്ളവരുടെ സഹായത്താൽ പള്ളിയിൽ ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്തുമായിരുന്നു. इबादत के बारे में എന്നാൽ इबादत को इतनी अहमियत आपने दी है। ഇങ്ങനെയൊക്കെയാണെങ്കിലും इबादत की ആരാധനയിൽ കൃത്യനിഷ്ഠതയുണ്ടാവുകയും पसंद नहीं थी ആരാധനയിൽ ഇത്ര പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടും में ആരാധനയെ സംബന്ധിച്ച് കൃത്രിമതയും കാപട്യവും അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. तो पता चला വീട്ടിൽ जैनब കയർ തൂക്കിയിട്ടിരിക്കുന്നതായി इबादत करते करते നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹദരത്ത് സൈനബ് റളിയല്ലാഹു തൻഹ ആരാധന അനുഷ്ഠിച്ച് തളരുമ്പോൾ ഈ കയറിന്റെ സഹായത്താൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് പറഞ്ഞു,
എത്ര നേരം സന്തോഷത്തോടുകൂടി പ്രസന്നതയോടുകൂടി എളുപ്പത്തിൽ ആരാധന നിർവഹിക്കാൻ കഴിയുമോ इतनी ताकत अता फरमाई നിർവഹിക്കുക, തളരുമ്പോൾ ഇരിക്കുക. गरम हो जाए तो तब भी खड़े रहें. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എത്രത്തോളം ശക്തി നൽകിയിരുന്നുവെന്നാൽ കാല് വിണ്ടുകീറിയാലും അങ്ങ് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. आदत हो जाती है, എന്നാൽ മറ്റുള്ളവർക്കായി സൗകര്യം നൽകി. को आदत है എന്നാൽ ഈ സൗകര്യത്തിന്റെ അർത്ഥം बगैर वजू के ചിലർ ശീലമാക്കിയിരിക്കുന്നത് പോലെ ഇരുന്ന് നമസ്കരിക്കുക എന്നല്ല. ചിലർ രാവിലെ സുബൈ നമസ്കാരത്തിനായി എഴുന്നേറ്റ് വുളുവില്ലാതെ തന്നെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തയമ്മും ചെയ്ത് ഇരുന്ന് നമസ്കരിക്കുന്നത് ശീലമാക്കിയിട്ടുണ്ട്. ഇതും തെറ്റാണ്. ഇതിൽ നിന്നും അനുവദനീയമല്ലാത്ത പ്രയോജനം എടുക്കരുത്. क्योंकि ये इबादत नहीं है. फिर अपनी ताकतों और इस्तेदादों को इंतहा तक കാരണം जरूरत है. अपनी ताकतों അങ്ങനെയാണെങ്കിൽ ഇത് ആരാധനയല്ല. अंदाजा लगाए തങ്ങളുടെ കഴിവുകളെയും പ്രാപ്തികളെയും പാരമ്യതയിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. ആ കഴിവുകൾക്കനുസൃതമായി ഓരോ വ്യക്തിയും कि मैं उस അനുമാനിക്കുക. चलने की कोशिश कर रहा हूँ. ഇങ്ങനെയാകുമ്പോഴാണ് ഞാൻ इबादतों और शुक्र സൽമാതൃകയെ പിൻപറ്റാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും പറയാൻ സാധിക്കുക. सामने कायम फरमाए, हमारे सामने कायम फरमाए. ആരാധനയുടെയും നന്ദി പ്രകടനത്തിന്റെയും നിലവാരം നാം കണ്ടുകഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച മാതൃക ഞാൻ പരാമർശിച്ചു. सल्लल्लाहु अलैहि वसल्लम എന്നാൽ ഇപ്രകാരമായിരുന്നിട്ടും ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ये सुना कि कोई शख्स ഇങ്ങനെ പറയുകയുണ്ടായി. ने ये फरमाया कि कोई शख्स अपने अमलों से जन्नत में दाखिल नहीं होगा. तो हज़रत अबू हुरैरा ने पूछा कि या रसूलल्लाह ആരും തന്നെ സ്വന്തം കർമ്മങ്ങളാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. दाखिल नहीं होंगे. അപ്പോൾ ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളും സ്വന്തം കർമ്മങ്ങളാൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ? फना की हालत होती है. അങ്ങ് മുഴുവൻ രാത്രിയും ആരാധന നിർവഹിക്കുന്ന വ്യക്തിയാണ്. കാല് വിണ്ടുകീറുന്നു. जन्नत ഇത്തരത്തിലുള്ള ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് എത്തുന്നു. खुदा ताला का फजल നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും എന്റെ കർമ്മങ്ങളുടെ ബലത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. क्या खौफ और खशीयत की हालत है ये. वो लोग जो जरा जरा सी नेकी पर इतराते फिरते हैं, എത്ര ഭയത്തിന്റെയും പേടിയുടെയും അവസ്ഥയാണിത്. उनके लिए किस कदर നിസാരമായ നന്മകളിൽ അഹങ്കരിക്കുന്നവർ अल्लाह ताला എത്ര ഭയപ്പെടേണ്ട അവസ്ഥയാണിത്. और फजल की चादर में ढांपे रखे और हम അള്ളാഹു നമ്മെ हकीकत में അവന്റെ इबादत का हक മഗ്ഫിറത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പുതപ്പിക്കുമാറാകട്ടെ. നമുക്ക് യഥാർത്ഥ ആരാധന അനുഷ്ഠിക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. എളിമയും വിനയവും കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. की राहें तलाश करो. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, फरमाया कि സ്വന്തം പ്രവർത്തനങ്ങളിൽ നന്മ സ്വായത്തമാക്കുക, അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുക. तो नेकियों में बढ़ेगा. പറഞ്ഞു, ആരും മരണത്തെ ആഗ്രഹിക്കരുത്. കാരണം അവൻ നന്മ ചെയ്യുന്നവനാണെങ്കിൽ നന്മയിൽ മുന്നേറുന്നതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയാകുന്നതാണ്. അഥവാ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ തൗബയ്ക്കുള്ള തൗഫീഖ് ലഭിക്കുന്നതാണ്. अक्सरियत ഈ തൗബയ്ക്കുള്ള തൗഫീഖും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുക. അതിനുവേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. ये जो आपने फरमाया ലോകത്ത് ഭൂരിഭാഗവും തിന്മകളിൽ മുഴുകിയിരിക്കുന്നവരാണ്. के बारे में അവരതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. रमजान में भी നിസാരമായ തിന്മകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. अपनी कमजोरियां दूर कर അവർക്ക് ആ ന്യൂനതകൾ ദൂരീകരിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിക്കുന്നതാണ്. റമദാനിലും ये भी മനുഷ്യൻ ന്യൂനതകൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു, തിന്മകളെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ ശ്രമത്തിൽ മുന്നേറുകയും അതിനെ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. तौबा की तरफ तवज्जो करें തൗബയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവർക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്. और ये दुआ करते हैं അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്നു. उस वक्त आए जब മരണം വിധിക്കപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്ന സമയത്ത് മരണം വരണമേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. के नामात का सही इस्तेमाल न നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ കഴിവുകളെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ശരിയായി ഉപയോഗിക്കാതിരിക്കുക എന്നത് ധിക്കാരമാണ്. वो ഈ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നതും इबादत में है. अल्लाह ताला ने या कह सकते हैं जो ആരാധനയിൽപ്പെട്ടതാണ്. इन सलाहियतों का सही इस्तेमाल जो है वो भी इबादत है. ഈ കഴിവുകളുടെ ശരിയായ ഉപയോഗവും दिए हैं कान आंख जुबान हाथ ആരാധനയിൽപ്പെട്ടതാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന അവയവങ്ങൾ, इबादत ചെവി, കണ്ണ്, നാവ്, കയ്യ്, കാല് से മുതലായവ बातें सुनना
ഇവ കൊണ്ട് നന്മ ചെയ്യുന്നതും अल्लाह ताला की रजा ആരാധനയായിത്തീരുന്നു. लेकिन കാതുകളിലൂടെ നന്മയുടെ കാര്യങ്ങൾ കേൾക്കുന്നത് गुनाह है അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവനാക്കി മാറ്റുന്നു. എന്നാൽ ആളുകളുടെ और मुस्तकिल बंद रख പരദൂഷണവും ഏഷണിയും കേൾക്കുന്നത് പാപമാണ്. तो ये भी എന്നാൽ തിന്മയുടെ കാര്യങ്ങൾ കേൾക്കരുതെന്ന് കരുതി ആരെങ്കിലും തന്റെ കാത് സ്ഥിരമായി അടച്ചുവെക്കുകയാണെങ്കിൽ അതും അതിന്റെ ശരിയായ ഉപയോഗമല്ല, മറിച്ച് ഒരു തരത്തിലുള്ള ധിക്കാരമായി തീരുന്നതാണ്. माल का भी यही हाल है. അതുപോലെ കണ്ണ്, നാവ്, കയ്യ്, മറ്റ് അവയവങ്ങളുണ്ട്. तो अल्लाह ताला का हुक्म है അവയുടെ ഉപയോഗത്തിന്റെയും ഇതേ അവസ്ഥ തന്നെയാണ്. रफ्तारी करो. ഇപ്പോൾ റമദാനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ये करके അത്താഴം കഴിക്കുക, നോമ്പ് തുറക്കൂ എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. उस हुक्म पर नहीं चलते. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കർമ്മങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു നമുക്ക്. അഥവാ बाद मजबूरियां हो അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ जाती तौर पर അത് ധിക്കാരവും പാപവുമാകുന്നു. या शहरी के എന്തെങ്കിലും ചില നിർബന്ധാവസ്ഥ ഉണ്ടായാലല്ലാതെ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ മനുഷ്യന് പെട്ടെന്ന് നോമ്പ് തുറക്കാനോ നോമ്പ് വെക്കാനോ ഉള്ളത് सेहत के बावजूद തിന്നാൻ കഴിയുകയില്ല. रोजा नहीं रखता तो ये भी गुस्ताखी और गुनाह है. गोया खुदा ताला की नेम ആരോഗ്യമുണ്ടായിട്ട് കൂടി നോമ്പ് പിടിക്കുന്നില്ല എങ്കിൽ यहाँ है ഇതും ധിക്കാരവും പാപവുമാകുന്നു. हुक्म से ചുരുക്കത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ലഭ്യമായിട്ടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് यही नेकी बन जाती है और उनका नाजायज इस्तेमाल गुनाह है या बेवक्त इस्तेमाल गुनाह है. അള്ളാഹുവിന്റെ കൽപ്പനയിൽ അനുവദനീയമായ നിലയിൽ പ്രയോജനം എടുക്കുക എന്നത് നന്മയായി തീരുന്നു. അതിന്റെ അനുവദനീയമല്ലാത്ത ഉപയോഗം പാപമാകുന്നു. അസമയത്തുള്ള ഉപയോഗം പാപമാകുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വന്തം കർമ്മങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നത്. एक साहब നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനവും പാരമ്യതയിൽ എത്തിയതായിരുന്നു. सुनते रहे कुछ नहीं മദ്യനിരോധനത്തിന് മുമ്പ് ഒരു സഹാബി ലഹരിയിൽ നബി സല്ലല്ലാഹു अലൈഹി वसल्लമയെ എന്തൊക്കെയോ പറഞ്ഞു. शादी फरमा അങ്ങ് നിശബ്ദനായി ശ്രവിച്ചുകൊണ്ടിരുന്നു. कुमत भी कायम हो അയാളെ ഒന്നും പറഞ്ഞില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭരണം നൽകിയപ്പോൾ साले इस्तांबुल की മദീനയിൽ വന്നപ്പോൾ ഭരണം സ്ഥാപിതമായി. दुनिया में तो हम देखते हैं ആ അവസ്ഥയിലും कि किसी के पास സഹനത്തിന്റെ ഉന്നത മാതൃകൾ നമുക്ക് ലഭിക്കുന്നു. ലോകത്ത് നാം കാണുന്നു, ആരുടെയെങ്കിലും പക്കൽ 4 പൈസ വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു പദവി ലഭിച്ചാൽ പിന്നീട് മൂക്കിൽ ഈച്ചയിരിക്കാൻ സമ്മതിക്കില്ല. आपका रवैया क्या होता था. ഇഷ്ടത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കേട്ടാൽ കോപിക്കാൻ തുടങ്ങുന്നു. आप എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എത്തരത്തിലുള്ളതായിരുന്നു. और दौरान ഒരിക്കൽ ഒരു യഹൂദി വന്നു. വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി തർക്കിക്കാൻ തുടങ്ങി. कहकर बात करता തർക്കത്തിനിടയിൽ അയാൾ വീണ്ടും വീണ്ടും ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞായിരുന്നു സംസാരിച്ചിരുന്നത്. था जब आप मदीना के हाकिम थे बल्कि इर्द गिर्द और दूर तक അതായത് മുഹമ്മദ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരുന്ന സമയത്തുള്ള സംഭവമാണിത്. गुफ्तगू पसंद മാത്രമല്ല ചുറ്റുപാടും ദൂരെ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം വ്യാപിച്ചിരുന്നു. സഹാബാക്കൾക്ക് യഹൂദിയുടെ ഈ സംഭാഷണ ശൈലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ റസൂലുള്ളാ എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. नियत अबुल कासिम से कहकर पुकारते थे. അമുസ്ലിങ്ങൾ तो यूद നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിപ്പേരായ कहने पर അബുൽ കാസിം എന്ന് പറഞ്ഞാണ് വിളിച്ചിരുന്നത്. उससे टोका. യഹൂദി വീണ്ടും വീണ്ടും अब्दुल्ला नहीं कह सकते മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ आपकी कुनियत സഹാബാക്കൾ अबुल कासिम അയാളുടെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, റസൂലുള്ള എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ इसी नाम से बुलाऊं. വിളിപ്പേരായ അബുൽ കാസിം എന്ന് വിളിച്ചുകൊള്ളുക. യഹൂദി പറഞ്ഞു, ഞാൻ मुस्कुराए. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇട്ട പേരിലേ വിളിക്കൂ. मेरे माँ बाप ने मेरा नाम അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ പറയുന്നത് ശരിയാണ്. എന്റെ മാതാപിതാക്കൾ എന്റെ പേര് മുഹമ്മദ് എന്നാണ് വെച്ചിട്ടുള്ളത്. അയാൾ അങ്ങനെ വിളിച്ചുകൊള്ളട്ടെ, कि लोग आपका हाथ ദേഷ്യപ്പെടരുത്. खड़े हो जाते. आपके जरूरी काम ചിലപ്പോൾ ആളുകൾ बसाव का നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് നിൽക്കുമായിരുന്നു. आपका वक्त जाया हो ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യാവശ്യ കാര്യങ്ങളിൽ അത് ബാധയാകുമായിരുന്നു. आप सुनते അങ്ങയുടെ സമയം പാഴാകുമായിരുന്നു. എന്നാൽ വളരെ സഹനത്തോടും ക്ഷമയോടും കൂടി അവരുടെ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുമായിരുന്നു. तो ये नहीं देखना कि अमीर है या गरीब. നീതിയുടെ നിലവാരം എത്രത്തോളം എന്നാൽ ആരെങ്കിലും അപരാധം ചെയ്താൽ ധനികനാണോ ദരിദ്രനാണോ എന്ന് നോക്കില്ല. दूसरे के माल ഉന്നത കുലജാതനാണോ को हथियाने की कोशिश സാധാരണക്കാരനാണോ എന്ന് നോക്കില്ല. किया. ഒരു സമ്പന്ന സ്ത്രീ तो बहुत से लोगों में जो മറ്റൊരാളുടെ ധനത്തെ കൈവശപ്പെടുത്തിയപ്പോൾ पैदा होगी അവരെ ശിക്ഷിച്ചു. खास അപ്പോൾ വലിയ വലിയ ആൾക്കാരിൽ उन लोगों में जो അസ്വസ്ഥത ഉടലെടുത്തു. खानदान की औरत है പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കാരിൽ. आपकी खुद खिदमत में ഇത് ഉന്നത കുടുംബത്തിലെ സ്ത്രീയാണ്,
तो सिफारिश के लिए ഇവളെ എന്തിനാണ് ശിക്ഷിച്ചത്? कि इसकी सजा माफ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് नहीं सुना ഉസാമയെ ഇവളുടെ ശിക്ഷ മാപ്പാക്കണം എന്ന ശുപാർശയുമായി അയച്ചു. मस्ती जो सरापा അത് കേട്ടപ്പോൾ और अफव से നബി സല്ലല്ലാഹു अലൈഹി वसल्लम ദേഷ്യപ്പെട്ടു. खुश अखलाकी से बात പരിപൂർണമായും അനുകമ്പയുടെ പ്രതിരൂപമായ कभी नहीं आता था, लेकिन സഹനം കൈക്കൊള്ളുന്ന गुस्सा സൽ സ്വഭാവത്തോടുകൂടി പെരുമാറുന്ന വ്യക്തിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും കോപം വരില്ലായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ കോപം വന്നു. फरमाया पहली അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ശുപാർശ ചെയ്യുന്നതിനാണോ എന്റെ അടുക്കൽ വന്നിട്ടുള്ളത്? और छोटों पर പറഞ്ഞു, മുൻ സമുദായങ്ങൾ നശിച്ചത് की इजाजत नहीं देता. വലിയവരെ പരിഗണിക്കുകയും अगर मेरी ചെറിയവരിൽ അനീതി കാണിക്കുകയും ചെയ്തിരുന്നു എന്ന കാരണത്താലാണ്. ഇസ്ലാം ഇത് അനുവദിക്കുന്നില്ല. അള്ളാഹുവാണ് സത്യം. അഥവാ എന്റെ മകൾ ഫാത്തിമയാണ് അപരാധം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവളെ ശിക്ഷിക്കാതെ വിടില്ലായിരുന്നു. और यही ഈ കാലഘട്ടത്തിൽ നീതി മുസ്ലിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നതായി നാം കാണുന്നു. ഇതാണ് ഇവരുടെ അപജയത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നത്. पूरे करनी നമുക്കും ഇക്കാര്യത്തിൽ ധാരാളം സൂക്ഷിക്കേണ്ടതുണ്ട്. करनी चाहिए. നമ്മുടെ ഭാരവാഹികളും നിയമാവകാശം പൂർത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള നിലവാരം നിലനാട്ടാൻ ശ്രമിക്കേണ്ടതാണ്. ഇത് വളരെ അപകടകാരിയാണ്. ഇത് അധപതനത്തിനുള്ള ഹേതുവായി തീരുന്നതാണ്. फिर दुश्मन से इंसाफ का पुरानी हुक्म है, तो उसका क्या नमूना दिखाया? ശത്രുക്കളോടുള്ള നീതിയെ സംബന്ധിച്ചുള്ള ഖുർആനിക കൽപ്പനയുണ്ട്. അതിന്റെ എന്ത് മാതൃകയാണ് കാണിച്ചത്? അതിനുള്ള ഒരു ഉദാഹരണവും ഞാൻ പറയാം. मक्के में की तरफ आपने സഹാബാക്കളെ भिजवाया. जब ये हरम की हदूद में पहुंचे तो वहां മക്കയിൽ ഒരു സ്ഥലത്ത് വിവരം അന്വേഷിക്കുന്നതിനായി അയച്ചു. ഇവർ ഹറമിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ के ये लोग അവിടെ കുറച്ചാളുകളെ കണ്ടു. जगह खबर कर देंगे. അവരെ പരിചയമുണ്ടായിരിക്കാം, यहाँ पर അല്ലെങ്കിൽ ഇവർ ചെന്ന് മക്കാരെ അറിയിക്കുമെന്ന സംശയം ഉണ്ടായിരിക്കാം. जब ये सहाबा അക്കാരണത്താൽ ആ സഹാബാക്കൾ അവരെ ആക്രമിച്ചു. मक्के वालों की तरफ അവരിൽ ഒരാളെ വധിക്കുകയും ചെയ്തു. आ गया. ഈ സഹാബാക്കൾ തിരിച്ച് മദീനയിലെത്തിയപ്പോൾ പിറകെ പിറകെ മക്കാരുടെ സംഘവും പരാതിയുമായി എത്തി. जा सकता था कि ഇത്തരത്തിൽ ഹറമിന്റെ അതിർത്തിയിൽ അവർ കൊല നടത്തി. हरम की हदूद में भी जुर्म നിങ്ങൾ മുസ്ലിങ്ങളെ എത്ര കണ്ട് ഉപദ്രവിച്ചിരുന്നു, ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ പോലും ചെയ്ത അക്രമങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്ന് മറുപടിയായി ചോദിക്കാമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, का मुकाबला न किया हो इस वजह ശരി, कि हरम ഒരുപക്ഷെ അവർ സഹാബാക്കളെ और अपनी जान महफूज हो जाएगी. പ്രതിരോധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് आदमियों से ज्यादती हुई है, ഹറമിൽ അഭയം തേടിയിരിക്കാം. आपने हमको അങ്ങനെ തങ്ങളുടെ ജീവൻ സുരക്ഷിതമായി തീരുന്നതാണെന്ന് കരുതിയിരിക്കാം. बहा दिया जाएगा. ഞങ്ങളുടെ ആളുകളിൽ നിന്ന് അക്രമം ഉണ്ടായിരിക്കുന്നു. उनका खून बहा നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ശരിയാണ്, ഇതിനു പകരമായി വധശിക്ഷ നടപ്പാക്കുന്നതാണ്. അങ്ങനെ അറേബ്യയിലെ ആചാരപ്രകാരം അവരെ വധിക്കുകയുണ്ടായി. दूसरों के जज्बात ഉത്തമനായ നീതിമാൻ എല്ലായിടത്തും നിലനാട്ടിയ നീതിയുടെ നിലവാരമായിരുന്നു ഇത്. के हजरत മറ്റുള്ളവർ വികാരങ്ങളെ മാനിക്കുന്നതിന്റെ നിലവാരവും നോക്കുക. ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ പരാതി പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ മനസ്സ് വേദനിപ്പിച്ചു. वसल्लम को അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദരത്ത് മൂസയേക്കാൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. कि आ हजरत ഇത് കേട്ട് वसल्लम തനിക്ക് വിഷമമുണ്ടായി എന്ന് യഹൂദി പറഞ്ഞു. कुरान നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകരെക്കാളും ശ്രേഷ്ഠരാണെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. से पूछा വിശുദ്ധ ഖുർആൻ അതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. खुदा ने तमाम അദ്ദേഹം പറഞ്ഞു, തുടക്കം കുറിച്ചത് ഈ വ്യക്തി തന്നെയാണ്. മുഴുലോകത്തേക്കും ശ്രേഷ്ഠത നൽകിയ മൂസയെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് പറയുകയുണ്ടായി. ये था दूसरों के जज्बात നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാലും അങ്ങനെ ചെയ്യരുത്, മറ്റുള്ളവരുടെ വികാരത്തെ മാനിക്കേണ്ടതാണ്. ഇതായിരുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളോടുള്ള ആദരവ്. फरमाते थे. रवायात में മനുഷ്യകുലത്തിന് സേവനം ചെയ്യുന്നവരെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചിരുന്നത്? लोगों ने मुसलमान റിവായത്തിൽ വരുന്നു, और उनमें से कुछ लोग गिरफ्तार हुए. തായി ഗോത്രത്തിലെ ആളുകൾ हातम जो മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തപ്പോൾ उसकी बेटी भी थी, അവരിൽ നിന്ന് കുറച്ചുപേർ തടവുകാരാക്കപ്പെട്ടു. तो उससे അതിൽ അറേബ്യയിലെ പ്രശസ്ത ധർമ്മശീലനായ ഹാത്തിം തായിയുടെ മകളുമുണ്ടായിരുന്നു. सजाओं को भी माफ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം ലഭിച്ചപ്പോൾ അവരെ വിളിപ്പിച്ചു. അവരുടെ ശുപാർശയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗോത്രത്തിന്റെ ശിക്ഷയും ക്ഷമിച്ചു കൊടുത്തു. ഇതായിരുന്നു മനുഷ്യകുലത്തിന് ഔദാര്യവാനായ വ്യക്തിയുടെ മനുഷ്യകുലത്തിന് ഔദാര്യം ചെയ്യുന്നവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള ആദരവും. अरब अपने रिवाज के मुताबिक औरतों को मारपीट दिया करते थे. സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടിയത്?
औरतें അറബിയുടെ ആചാരപ്രകാരം സ്ത്രീകളെ പീഡിപ്പിക്കുമായിരുന്നു. एक साहब നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവ് ലഭിച്ചപ്പോൾ പറഞ്ഞു, സ്ത്രീകൾ അള്ളാഹുവിന്റെ ദാസികളാണ്, നിങ്ങളുടെ ദാസികളല്ല. के हम पर ഒരു സഹാബി നബി സല്ലല്ലാഹു अലൈഹി വസല്ലമയോട് ചോദിച്ചു, ने फरमाया ഭാര്യമാരോടുള്ള ഞങ്ങളുടെ അവകാശം എന്താണ്? उसे खिलाओ और जो നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, उसे पहनाओ, അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷിക്കാനായി നൽകുന്നത് അവരെയും ഭക്ഷിപ്പിക്കുക, നിങ്ങൾക്ക് ധരിക്കാൻ നൽകുന്നത് അവരെയും ധരിപ്പിക്കുക, അവരുടെ മുഖത്തടിക്കരുത്, आजकल भी അവരെ അസഭ്യം പറയരുത്, बहुत होते हैं അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന പരാതികൾ ലഭിക്കാറുണ്ട്. इन हुक्मों की खिलाफवर्जी भी कर रहे हैं. അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മറുഭാഗത്ത് അവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. तुम में से बेहतर वो है जो अपने अहले खाना के साथ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഉത്തമർ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും ഉത്തമരായവരാകുന്നു. कि पहले भी जिक्र हो चुका है. ഞാൻ നിങ്ങളെക്കാൾ കൂടുതലായി നല്ലതുപോലെ പെരുമാറുന്നവനാകുന്നു. तरबियत हुकूमती നേരത്തെയും പരാമർശിക്കുകയുണ്ടായി, जैसे നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണപരവും ശിക്ഷണപരവുമായ തിരക്കുകൾ കാരണത്താൽ सूफियत थी. സമയം അങ്ങേയറ്റം घर के काम काज വിലപിടിച്ചതായിരുന്നു. और जिम्मेदारियों को ആരാധനയിലും വ്യാപൃതനായിരുന്നു. हज़रत आयशा रज़ियल्लाहु എന്നാൽ ഇതെല്ലാം ആയിരുന്നിട്ട് പോലും വീട്ടുജോലികളിലും ഉത്തരവാദിത്തങ്ങളും ചിലത് നിർവഹിക്കുമായിരുന്നു. की मदद और खिदमत ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടാവുന്ന സമയം അത്രയും വീട്ടുകാരുടെ സഹായത്തിലും സേവനത്തിലും വ്യാപൃതനാകുമായിരുന്നു. लगा लेते थे. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഉത്തരവാദിത്തങ്ങൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ देर से घर तशरीफ നിറവേറ്റുന്നതിന് തടസ്സമായിരുന്നില്ല. तो खाना കീറിയ വസ്ത്രം തുന്നുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു. വൈകി വീട്ടിലെത്തിയാൽ ഭക്ഷണം അല്ലെങ്കിൽ പാല് സ്വയം എടുത്തു കഴിക്കുമായിരുന്നു. जो समझते हैं വീട്ടുകാരെ ഉണർത്തില്ലായിരുന്നു. इनका काम कर लेंगे, ഞങ്ങൾക്ക് വീട്ടുജോലികൾ अगर लेट घर आए ചെയ്യുകയാണെങ്കിൽ പാപമായി പോകും എന്ന് ധരിക്കുന്നവർക്കുള്ള സൽ മാതൃകയാണിത്. വൈകി വീട്ടിലെത്തിയാൽ ഭാര്യ എനിക്ക് ഭക്ഷണം ചൂടാക്കി തരണം എന്ന് ധരിക്കുന്നവർക്ക് ഒരു പാഠമാണിത്. जब तक ऐसे लोग बीवी അങ്ങനെ ചെയ്തില്ല എങ്കിൽ വീട്ടുകാരുടെ उनको चैन അടുത്ത് തങ്ങളുടെ ഭയമില്ലാതായി തീരുന്നതാണ്. ഏതുവരെ ഇത്തരത്തിലുള്ളവർ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുന്നില്ലയോ അവർക്ക് സ്വസ്ഥത ലഭിക്കില്ല. कि जमाती काम भी कर रहे होते हैं, बड़े अच्छे सलूक उनका होता है. പുറത്തുള്ള ചിലരെ കുറിച്ച് എനിക്ക് പരാതി ലഭിക്കാറുണ്ട്. बीवियों पर ऐसी ജമാഅത്തിന്റെ ജോലി ചെയ്യുന്നവരായിരിക്കും, വളരെ നല്ല പെരുമാറ്റമുള്ളവരായിരിക്കും. എന്നാൽ വീടുകളിൽ ഭാര്യമാരുടെ മേൽ ചെയ്യുന്ന ദ്രോഹങ്ങൾ കേട്ടാൽ ഈ മനുഷ്യൻ പുറത്തെങ്ങനെയാണ് അകത്തെങ്ങനെയാണ് എന്നതിൽ അത്ഭുതപ്പെട്ടു പോകുന്നു. करने वाले होते हैं. ചില അവസരങ്ങളിൽ हैं माए हैं, अगर किसी പുരുഷന്മാരെ അവരുടെ ബന്ധുക്കൾ ചീത്തയാക്കുന്നു. चाय बनाकर ले आया സഹോദരിമാരുണ്ട്, മാതാക്കളുണ്ട്. कि बीवी का गुलाम അഥവാ ഏതെങ്കിലും അതിഥിക്ക് വേണ്ടി പുരുഷൻ ये क्या होगा ചായ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ പറയുന്നു ഭാര്യയുടെ അടിമയായി. कि हमारे भाई से या बेटे से അല്ലെങ്കിൽ ഇതെന്തു പറ്റി, ഇവന്റെ ഭാര്യ എന്ത് സ്ത്രീയാണ്, ഞങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ മകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. और यूं പാവം സഹോദരൻ, പാവം മകൻ വീട്ടുജോലി ചെയ്യുന്നു. बीवियों पर सख्तियां शुरू कर അങ്ങനെ ആവശ്യമില്ലാതെ ആൺകുട്ടികളുടെ മനസ്സ് പതറുന്നു. बेचारे वो लोग ये ഭാര്യമാരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ഇത്തരത്തിലുള്ളവർ. रसूल सल्लल्लाहु अलैहि എന്നാൽ അവർ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് പാവമാകുന്നില്ല. अपनी ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ताला का हकीकी अब സൽ മാതൃകയാകുന്നു. അത് പ്രാവർത്തികമാക്കി അവർ പ്രതിഫലം സമ്പാദിക്കുകയാണ്, സ്വയം തന്നെ നേരാക്കുകയാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാകുന്നതിന് ശ്രമിക്കുകയാണ്. ഭാര്യമാരെ ദ്രോഹിച്ചത് കാരണത്താൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ വരുമ്പോഴാണ് ഇവർ പാവമാകുന്നത്. ईमान का दावा करके അള്ളാഹുവിന്റെ ये വിശ്വാസത്തിന്റെ ഉന്നതവാദം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ സ്വഭാവ ഗുണമാണോ നിങ്ങൾ സ്വായത്തമാക്കിയത്, ഇതാണോ നിങ്ങൾ പ്രകടിപ്പിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെടുന്നു. बच्चों से ഒരു ഭാഗത്ത് ഈ വാദം, മറുഭാഗത്ത് ഈ പ്രകടനം. അതിനാൽ ഇത്തരത്തിലുള്ള പുരുഷന്മാരും ചിന്തിക്കേണ്ടതാണ്. और साथ കുട്ടികളോടുള്ള അനുകമ്പയും സ്നേഹത്തിന്റെയും എന്ത് മാതൃകയാണ്. റിവായത്തുകളിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുട്ടികൾക്കും കൂടെയുള്ള മറ്റു കുട്ടികൾക്കുമായി ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു: അല്ലാഹുവേ, ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, നീയും ഇവരെ സ്നേഹിക്കുക. हज़रत अबू हुरैरा കുട്ടികളെ ഒരിക്കലും ശിക്ഷിച്ചിരുന്നില്ല, എപ്പോഴും സ്നേഹവും ദുആയും കൊണ്ട് ശിക്ഷണം നൽകിയിരുന്നു. में बरकत की दुआ करते ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, എപ്പോഴെല്ലാം ഏതെങ്കിലും ആദ്യ പഴം എത്തിയാൽ ആ പഴത്തിന്റെ ബർക്കത്തിനായി ദുആ ചെയ്യുന്നു. പിന്നീട് ആ പഴം സദസ്സിലുള്ള ഏറ്റവും ചെറിയ കുട്ടിക്ക് നൽകുമായിരുന്നു. बच्चों से കുട്ടികളോടൊപ്പം കളിക്കുന്നതിനെ പറ്റിയുള്ള റിവായത്തുകളും ഹദീസിൽ ലഭിക്കുന്നു. അധികം മാതാപിതാക്കളും സ്വന്തം കുട്ടികളെ സ്നേഹിക്കുന്നു. എന്നാൽ ചിലർ കുട്ടികളെ അകാരണമായി ശിക്ഷിക്കുന്നു. खौफजदा रहता हूँ और डिप्रेशन കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യുവാവിനെ കണ്ടു. അവൻ പറയുന്നു, ഞാൻ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നു, ഡിപ്രഷത്തിന്റെ രോഗിയാണ്,
और जब उसे किसी മാനസിക രോഗിയുമായി കഴിഞ്ഞിരിക്കുന്നു. वजह मारते हो കാരണം എന്റെ പിതാവ് എന്നെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ആരോ ചോദിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെ അകാരണമായി അടിക്കുന്നത്? അപ്പോൾ പറയുന്നു, കുട്ടികളിൽ ഭയമുണ്ടാക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇതാണ് ചില മാതാപിതാക്കളുടെ അവസ്ഥ. बल्कि यहाँ വളരെ ക്രൂരനായ പിതാവും ഉണ്ടാകുന്നു. कुछ आने लग गए हैं वाकयात ऐसे कि ऐसे माँ बाप भी हैं നാം ഇവിടെ കാണുന്നു, വാർത്തകളിൽ കൂടുതലായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ സ്വകാര്യ ആഡംബര ജീവിതത്തിനായി തങ്ങളുടെ കുട്ടികളെ കൊന്നുകളയുന്ന മാതാപിതാക്കളുമുണ്ട്. दूसरों के बच्चे उनको बर्दाश्त नहीं होते, उनको തങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നവരുമുണ്ട്. आप सल्लल्लाहु अलैहि എന്നാൽ മറ്റുള്ളവരുടെ കുട്ടികളെ ഒട്ടും സഹിക്കില്ല. वसल्लम के साथ प्यार और शफकत का അവരെ അല്പം പോലും സ്നേഹിക്കുന്നില്ല. हमसायों से उसने നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എല്ലാ കുട്ടികളോടൊപ്പവും സ്നേഹത്തിന്റെയും അനുകമ്പയുടേതുമാണ്. और बार बार അയൽവാസികളോടുള്ള സൽപെരുമാറ്റത്തെ സംബന്ധിച്ച് ഖുർആനിൽ കൽപ്പനയുണ്ടെങ്കിൽ അതിന്റെ ഉന്നത മാതൃകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടി വീണ്ടും വീണ്ടും തന്നിൽ വിശ്വസിക്കുന്നവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. हरगिज़ मोमिन नहीं ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിഹിതനായിരുന്നു. പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അവൻ ഒരിക്കലും വിശ്വാസിയല്ല, അവൻ ഒരിക്കലും വിശ്വാസിയല്ല, അവൻ ഒരിക്കലും വിശ്വാസിയല്ല. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ആരാണ് വിശ്വാസിയല്ലാത്തത്? പറഞ്ഞു, ആരുടെ ഉപദ്രവത്തിൽ നിന്നും മോശമായ പെരുമാറ്റത്തിൽ നിന്നും ആണോ അയൽവാസി സുരക്ഷിതനല്ലാതിരിക്കുന്നത് അയാൾ. ने बाहमी का मामला ചുരുക്കത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. ബന്ധുക്കളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണെങ്കിലും പരസ്പര സഹകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കേണ്ട കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അന്യരുടെ സ്ഥിതി ചുഴിഞ്ഞ് അന്വേഷിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യത്തിലാണെങ്കിലും और आपकी സദ്ഭാവനയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഉന്നത ധാർമ്മിക ഗുണമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അങ്ങയുടെ ഉപദേശങ്ങളും നമുക്ക് എല്ലായിടത്തും ലഭിക്കുന്നു. न दिखाकर അത് അങ്ങുന്ന് പരിപൂർണ ദാസനായിരുന്നു. उस जमाने എല്ലാ കാര്യങ്ങളിലും പരിപൂർണ മാതൃകകൾ കാണിച്ചുകൊണ്ട് और उन्हें बाखुदा इंसान बना दिया। ഒരു വിപ്ലവം അക്കാലഘട്ടത്തിലെ അജ്ഞരായവരിൽ സംജാതമാക്കി से फायदा उठाना है, അവരെ ദൈവോന്മുഖരാക്കി മാറ്റി. ഇന്നും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുമായി ബന്ധപ്പെട്ട बनने का അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കണമെങ്കിൽ, इस उसवे पर चलाना होगा। അബദ് ആകുന്നതിനുള്ള കടമകൾ നിറവേറ്റണമെങ്കിൽ बनकर സ്വയം ഈ മാതൃകയെ അനുധാവനം ചെയ്യേണ്ടതുമാണ്. इसलिए അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിക്കൊണ്ട് നമ്മുടെ ഇഹവും പരവും നിരയാക്കുന്നതിനു വേണ്ടി അതിനാൽ ദ്വായം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും और जिंदगी भर റമദാന്റെ ശേഷിച്ച 2 ദിവസങ്ങളിലും हकीकी मोमिन बनाए ഇത് ദുആയുടെ സ്വീകാര്യതയുടെ മാസമാണ്. कि उसमें അള്ളാഹു നമ്മെ ജീവിതം മുഴുവനും യഥാർത്ഥ വിശ്വാസിയാക്കട്ടെ. रखता हूँ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽമാതൃകയിൽ ചലിക്കുന്നവരാക്കട്ടെ. खुदावन ताला അവസാനത്തിൽ വീണ്ടും ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുകയാണ്. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു മുസ്ലിങ്ങളോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽമാതൃകയെ പിൻപറ്റുന്നതിനായി കൽപ്പിക്കുന്നു. रसूलुल्लाह उस्वतुन നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വാക്കുകളെയും പ്രവൃത്തിയെയും പിൻപറ്റുക. हसीबुन अल्लाह പറയുന്നു, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വീണ്ടും പറയുന്നു, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. से खाली न थे അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും കർമ്മങ്ങളും ന്യൂനതയിൽ നിന്നും മുക്തമായിരുന്നില്ല എങ്കിൽ എന്തിന് അങ്ങയുടെ മാതൃകയെ പിൻപറ്റുന്നതിന് നമ്മെ നിർബന്ധമാക്കിയിരിക്കുന്നു? വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, ഏതുവരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെയും പ്രവർത്തന മാതൃകകളെയും തങ്ങളുടെ മാർഗദർശകനാക്കുന്നില്ലയോ അള്ളാഹുവിന്റെ സ്നേഹവും अल्लाह ताला ने इसका പരിപൂർണമായും തന്റെ ഉള്ളിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് സാധിക്കില്ല. अल्लाह फत्तबिऊनी സ്വയം അള്ളാഹു ഇതിനെ സംബന്ധിച്ച് പറയുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. वसल्लम की इत्तिबा की जावे അതായത് ദൈവത്തിന്റെ സ്നേഹഭാജനമായി തീരാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടത് അനിവാര്യമാണ്. फरमाया निजात ശരിയായ നിലയിലുള്ള അനുധാവനം എന്ന് പറയുന്നത് അങ്ങയുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ നിറം തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. പറയുന്നു, മോക്ഷം സ്വന്തം പരിശ്രമത്താലല്ല മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് സാധ്യമാവുക. ആ അനുഗ്രഹ ലബ്ധിക്കായി അള്ളാഹു നിർണയിച്ചുള്ള നിയമം ഇതാകുന്നു, फत्तबिऊनी युहिब्बुकुमुल्लाह ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. गैर इस्लाम में दीन കൂടാതെ फलन युक़बल मिन വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ पहले तो है ഫലൻ യുഖ്ബല മിൻ. अगर तुम अल्लाह ताला से मोहब्बत चाहते हो ആദ്യത്തേത്, അതായത് അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണെന്ന വിളംബരം ചെയ്യിപ്പിച്ചു. രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം, ഇസ്ലാം അല്ലാതെ മറ്റേതെങ്കിലും മതത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. हाँ हजरत सल्लल्लाहु अलैहि
ഈ നിയമത്തെ അള്ളാഹു അസാധുവാക്കുന്നതല്ല. ഇസ്ലാം ഒരു മതമാണ്, അതിലൂടെ ചരിക്കേണ്ടതാണ്. ഇസ്ലാം എന്താണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കും പ്രവൃത്തിയും. അള്ളാഹു നമുക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥ ജ്ഞാനം നൽകിക്കൊണ്ട് വിടവാങ്ങട്ടെ. അടുത്ത റമദാൻ വരെ നാം ഈ സൽ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് പുതിയ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.